വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സാലഡ് നമുക്ക് നോക്കിയാലോ. അതിനാവശ്യമായിട്ട് കറുപ്പ് മുന്തിരി, അതായത് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പും ബദാമും, ആപ്പിള്, ഉറുമാമ്പഴം, കുറച്ച് പാല്, പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ആവശ്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അടച്ചു വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം. സാലഡ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പാൽ ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് കൊണ്ട് തന്നെ മധുരം കുറഞ്ഞു പോയിന്ന് തോന്നും. അതുകൊണ്ട് അല്പം കൂട്ടി വേണം മധുരം ആഡ് ചെയ്യാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാലുമായിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരണം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരിക്കലും ഇത് നമുക്ക് പൊടിഞ്ഞു പോയിട്ട് കിട്ടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ ചപ്പാത്തി പലകയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പൊടിക്കുന്നതായിരിക്കും, കുത്തി പൊടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ അടിച്ചപ്പോൾ നന്നായിട്ടൊന്ന് അടിഞ്ഞു പോയതുപോലെ ആയി. ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡ് ആയിരിക്കും ഇത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സാലഡിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏത് ഫ്രൂട്ട്സ് എടുക്കുന്നതാണെങ്കിലും അത് നൈസായിട്ട് കട്ട് ചെയ്യണം. ചെറിയ പഴവും അതുപോലെ തന്നെ കിവി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കണം. ഒരു 3/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ കിട്ടും. ഞാൻ അധികം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. കുറച്ച് തണുത്തപ്പോഴേക്കും ഞാൻ പുറത്തെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള തിക്നെസ്സിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഞാൻ വെതറി കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണിത്. എന്നാൽ ഇത് ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു ഐറ്റം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.